പ്രവാസികളുടെ പങ്കാളിത്തം. കേരള സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് പ്രവാസി നിക്ഷേപം. പതിറ്റാണ്ടുകളായി ഗൾഫ് രാജ്യങ്ങളിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുമായി ജോലി ചെയ്യുന്ന മലയാളികൾ അയക്കുന്ന പണം കേരളത്തിൻ്റെ ഉപഭോഗശേഷിയും ജീവിത നിലവാരവും ഉയർത്തുന്നതിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. എന്നാൽ ഭാവിയിലെ കേരള വികസനത്തിന് പണം അയക്കൽ മാത്രം മതിയാകില്ല. പ്രവാസികൾ നിക്ഷേപകരായും സംരംഭകരായും അറിവ് പങ്കിടുന്നവരായും മാറേണ്ടതുണ്ട്. സ്റ്റാർട്ടപ്പുകൾ, ടൂറിസം, കാർഷിക മൂല്യവർദ്ധിത സംരംഭങ്ങൾ, ആരോഗ്യരംഗം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയിൽ കൂട്ടായ നിക്ഷേപം നടത്താൻ അവർക്ക് കഴിയും. റെമിറ്റൻസ് ഇക്കോണമി എന്ന നിലയിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ഇക്കോണമി എന്ന നിലയിലേക്ക് കേരളത്തെ മാറ്റുന്നതിൽ പ്രവാസികളുടെ പങ്ക് ഉറപ്പാക്കുന്നതിനായി പ്രവാസി ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് ഫണ്ട് രൂപീകരിക്കും. സർ, ഗ്ലോബൽ ഫർണിച്ചർ ഹബ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്ലൈവുഡ് നിർമ്മാണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് പെരുമ്പാവൂർ. ഫർണിച്ചർ, ഹോംവെയർ നിർമ്മാണ ഇടനാഴിയായി ഇത് മാറിയിരിക്കുന്നു. കൊച്ചി, ആലുവ, പെരുമ്പാവൂർ ബെൽറ്റിനെ ഒരു ഫർണിച്ചർ നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ് സർക്കാരിൻ്റെ സ്വപ്നം. ഗ്ലോബൽ ഫർണിച്ചർ ഹബ് ഈ പദ്ധതിക്കായി 10 കോടി രൂപ വിലയിരുത്തുന്നു. സർ, ഇന്ന് ഇന്ത്യൻ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് ഏറ്റവും ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോഗ സംസ്ഥാനമാണ് കേരളമെങ്കിലും സ്വർണ്ണാഭരണ നിർമ്മാണ മേഖലയിൽ പിന്നിലാണ്. നമുക്ക് കേരളത്തെ ഒരു സ്വർണ്ണ വിനിമയ കേന്ദ്രമാക്കി മാറ്റാൻ സാധിക്കും. ഇതിനായി കൊച്ചി, തൃശ്ശൂർ ബെൽറ്റിനെ ഒരു പ്രധാന ആഭരണ നിർമ്മാണ ഇടനാഴിയാക്കി മാറ്റേണ്ടതുണ്ട്. സ്വർണ്ണ വിനിമയ കേന്ദ്രവും ആഭരണ നിർമ്മാണ പാർക്കും സ്ഥാപിക്കുന്നതിന് സർക്കാർ പിന്തുണ നൽകും. സർ, ഈ പദ്ധതിക്കായി ഗ്ലോബൽ ഗോൾഡ് ഹബ്ബ് സ്ഥാപിക്കുന്നതിനായി 10 കോടി രൂപ വകയിരുത്തുന്നു. സർ, തിരുവനന്തപുരം, കോഴിക്കോട് ലൈറ്റ് മെട്രോ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഈ 2 നഗരങ്ങളിലും മുൻപന്തിയിലെത്തിക്കുന്നതിന് കാലാകാലങ്ങളിലായി വിവിധ സർക്കാരുകൾ വാഗ്ദാനം ചെയ്യുകയും എന്നാൽ ഇതുവരെ നടപ്പിലാക്കാൻ സാധിക്കാതെ വന്നതുമായ തിരുവനന്തപുരം, കോഴിക്കോട് ലൈറ്റ് മെട്രോ പദ്ധതികൾ ഈ സർക്കാർ നടപ്പാക്കും. സർ, ഈ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 20 കോടി രൂപ വകയിരുത്തുന്നു. സർ, ജെൻസി ആൻഡ് ന്യൂ ജെൻ ടെക്നോളജി. ഇന്ന് ലോകത്തെ ഏറ്റവും വേഗത്തിൽ മാറ്റിമറിക്കുന്ന ശക്തികളിലൊന്നാണ് ജെൻസി. ഡിജിറ്റൽ യുഗത്തിൽ ജനിച്ചു വളർന്ന ഇവർക്ക് സാങ്കേതികവിദ്യ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. റോബോട്ടിക്സ്, ഡാറ്റാ സയൻസ്, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, വിർച്വൽ റിയാലിറ്റി തുടങ്ങിയ മേഖലകളിലെ മുന്നേറ്റങ്ങൾ ഇവർ ഏറ്റവും വേഗത്തിൽ സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ ധാർമ്മികത, സ്വകാര്യതയുടെ സംരക്ഷണം, സൈബർ സുരക്ഷ, മാനുഷിക മൂല്യങ്ങൾ തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് സ്റ്റാർട്ടപ്പുകൾ, ഇന്നൊവേഷൻ ഹബ്ബുകൾ, ഗവേഷണ കേന്ദ്രങ്ങൾ, സ്മാർട്ട് വ്യവസായങ്ങൾ എന്നിവ വികസിപ്പിക്കാൻ യുവതലമുറയുടെ സൃഷ്ടിപരമായ കഴിവുകളും മികവുകളും സാങ്കേതിക മികവുകളും ഒരുമിപ്പിക്കാവുന്നതാണ്. ഈ മേഖലയുടെ വികസനത്തിനായി 50 കോടി രൂപ വകയിരുത്തുന്നു.